PV അൻവർ MLA വാർത്താ സമ്മേളനത്തിന് തൊട്ടുപിറകെ കെ രമ MLA ഫേസ്ബുക്കിൽ കുറിച്ചത് ഇന്നോവ മാഷാ അള്ളാ എന്നാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ കുറിപ്പ്. നമുക്കൊപ്പം RMP നേതാവ് കെ രമ MLA തന്നെ ചേരുന്നുണ്ട്. MLA എന്താണ് ആ കുറിപ്പ് അർത്ഥമാക്കുന്നത്? പിണറായിക്കെതിരെ സംസാരിച്ചതിന്, പാർട്ടിയിലെ വഴിപിടിച്ച നയങ്ങൾക്കെതിരെ, നേതൃത്വത്തിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ സംസാരിച്ചതിനാണ് ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊല ചെയ്തത്. അത് പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആസൂത്രണമാണ്. അപ്പോൾ അതേ പിണറായിക്ക് തന്നെ അതേ പാർട്ടിയിലെ സ്വന്തം MLA ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കള്ളനാണ് എന്ന് വരെ പറയുന്നു. നിങ്ങൾ ആ മുഖ്യമന്ത്രി പദത്തിന് യോജിച്ച ആളല്ല എന്ന് പറയുന്നു. നിങ്ങൾ കത്തുന്ന സൂര്യനായ സൂര്യൻ കെട്ടുപോയി എന്നാണ് പറയുന്നത്. കരിന്തിരിയായി മാറി എന്നാണ് അൻവർ പറയുന്നത്. ഇതിലപ്പുറം പിണറായിയുടെ മുഖത്ത് നോക്കി ഒന്ന് പറയാൻ വേറെ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ആ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവർ മഹാനായതുകൊണ്ടോ അൻവർ ഒരു വിമത ശബ്ദമായിട്ടോ ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ അതിനകത്ത് CPM എന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന വലിയ തോതിലുള്ള ചീഞ്ഞുനാറൽ, CPM-ൻ്റെ പാർട്ടിയിലും അതുപോലെ തന്നെ ഭരണത്തിലും നടക്കുന്ന ആ ചീഞ്ഞുനാറലാണ് പുറത്തേക്ക് പൊട്ടിയൊഴുകിയത് അൻവറിലൂടെ എന്ന് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാലമായി സമൂഹത്തിൽ ചർച്ച ചെയ്തതാണ്. അൻവർ പുതുതായിട്ടൊരു കാര്യവും പറഞ്ഞതല്ല. ഇത് വളരെ കൃത്യമായി ഈ എയറിലുള്ളതാണ്. നമ്മളെപ്പോലുള്ള ചന്ദ്രശേഖരനെ പോലുള്ള ആളുകൾ ഈ വിഷയങ്ങളാണ് പറഞ്ഞത്. പാർട്ടി നേതൃത്വം കച്ചവട കേന്ദ്രമായി മാറുന്നു, മാഫിയ ആയിട്ട് പാർട്ടിയിലെ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വ്യതിചലിച്ചു പോയിരിക്കുന്നു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല എന്ന് വളരെ കൃത്യമായിട്ട് 13 വർഷങ്ങൾക്ക് മുമ്പേ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ്. അത് ഇന്ന് വളരെ ഒന്നുകൂടി ആ പാർട്ടിയിലെ ആൾ പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. അതൊരു വിമത ശബ്ദമായിട്ടൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. പക്ഷേ ആ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ കേരളത്തിന് പിണറായി വിജയന് യോഗ്യതയില്ല. എത്രയും വേഗം സ്ഥാനം വിട്ട് ഒഴിയുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന കേന്ദ്രമായിട്ട് മാറുന്നു എന്ന് പറയുന്നത്, അങ്ങനെ എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വരികയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചത്. ആരാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി? പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിയാണ്. ഭരണത്തെ നിയന്ത്രിക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്കെതിരെയാണ് വളരെ കൃത്യമായി അൻവർ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ വളരെ നേരത്തെ ഉന്നയിച്ചതാണ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ വലിയ പ്രബലമായ വിഭാഗത്തിന് പിന്തുണ കൂടി അൻവറിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ അൻവർ കുലംകുത്തിയായി മാറും, വർഗവഞ്ചകനായി മാറും, ഏറ്റവും മോശക്കാരനായിട്ട് ഇതുവരെ അൻവർ പറഞ്ഞതിനെ ആലോചിക്കണം, അല്ലെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു പാർട്ടിക്കകത്ത്. അവരൊക്കെ ഇനി തള്ളിപ്പറയാൻ തുടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. പിണറായി വിജയൻ അപ്പുറത്തേക്ക് ആരും ഉണ്ടാവരുത് എന്ന ആ പാർട്ടിയിലുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഒരു തരത്തിൽ പിണറായിക്കെതിരെ പറഞ്ഞുകൊണ്ട് അൻവർ പറഞ്ഞു വെക്കുന്നത് എന്നതാണ്. അത് ആ പാർട്ടിയും ഭരണത്തിൻ്റെയും വലിയ ദുഷിച്ചു നാറൽ എന്നതാണ് എനിക്ക് പറയാം. അൻവർ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അൻവറിന് എന്തെങ്കിലും ഭീഷണിയുള്ളതായി തോന്നുന്നുണ്ടോ? അല്ല, അൻവറിന് സ്വാഭാവികമായിട്ടും ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ 10 മുമ്പേ ഉണ്ടാകുന്ന വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ആ പാർട്ടി നടത്തിയ ശ്രമങ്ങളൊന്നും അൻവറിനുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അൻവറിനെ ഒരുപക്ഷെ ഏതെങ്കിലും കേസുകളും മറ്റു തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുമോ എന്നെനിക്കറിയില്ല. പക്ഷേ പാർട്ടിയിലെ അനഭിമതനായി പാർട്ടി ഇനി ഒന്നടങ്കം അൻവറിനെതിരെ തിരിയും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അൻവർ ഏറ്റവും കൊള്ളരുതാത്തവനും ഏറ്റവും മോശക്കാരനുമായിട്ട് ഇനി പാർട്ടി ഇതുവരെ പിന്തുണച്ച പാർട്ടി ഇനി അങ്ങനെ പിന്തുണയ്ക്കില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായ അനുഭവങ്ങളിൽ നിന്നറിയാണ്. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മറനീക്കി പുറത്തു വന്നത് എന്നതാണ് ഈ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തേതാണ്. ഇത് അവസാനത്തെ CPM മുഖ്യമന്ത്രി എന്നാണ് അൻവർ പറഞ്ഞത്. ഇത് ഞങ്ങൾ പറയുന്നത് കാലങ്ങളായി. ഇതിനപ്പുറത്തേക്ക് പിണറായിയിൽ തുടങ്ങിയ പാർട്ടി പിണറായിയിൽ അവസാനിക്കരുത് എന്ന് ഈ പാർട്ടിയിലെ വലിയൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെയും CPI പിന്തുണയ്ക്കുന്നുണ്ട്. അത് മന്ത്രിമാരാണെങ്കിലും അതുപോലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണെങ്കിലും. പക്ഷേ അത്തരമൊരു കാര്യങ്ങളിലേക്ക് ADGPയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ, അതാണ് വളരെ ഗൗരവമുള്ള കാര്യം. ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ADGP ഈ RSS നേതാവിനെ കണ്ടത് എന്തിന്? പാർട്ടിയുടെ പിണറായി വിജയൻ്റെ അനുവാദമില്ലാതെ ADGPക്ക് പോകാൻ സാധിക്കില്ല. പിണറായി വിജയൻ്റെ ഒത്താശയില്ലാതെ ഒരു ആഭ്യന്തര വകുപ്പിന് ഏറ്റവും പ്രധാനിയായ ഒരു പോലീസ് തലപ്പത്തിരിക്കുന്ന ഒരാൾ എങ്ങനെ പോകും?
അദ്ദേഹത്തോടൊരു വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ പാർട്ടി? അത് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു വിശദീകരണവും പാർട്ടി ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണിത് സാധിക്കുന്നത് ഒരു പാർട്ടിക്ക്? അങ്ങനെ ഒരു RSS രഹസ്യ കൂടിക്കാഴ്ച എന്തിന്? അത് പറയണമല്ലോ. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തൃശ്ശൂരിലെ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നേതൃത്വം കൊടുത്തു എന്നുള്ള അന്വേഷണം എവിടെ എത്തി? CPIക്കാർ ഇനി അല്പമെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ CPI യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയുന്നത് ആ മുന്നണി വിട്ട് പുറത്തു വരാനുള്ള ധൈര്യമാണ് CPI കാണിക്കേണ്ടത്. എന്തിനാണ് ആ മുന്നണിക്കകത്ത് ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന് ആലോചിക്കണം. ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ആ പാർട്ടി ഇടതുപക്ഷമല്ല. ഇടതുപക്ഷത്തിൻ്റെ ഒരു മൂല്യങ്ങളും ആ പാർട്ടിയുടെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ള തെളിവുകളാണ് പുറത്തു വന്നത്. ഇത് വെറുതെ വിളിച്ചു പറയല്ല, ആരെങ്കിലും ഒരു ആളോട് ഉന്നയിക്കില്ല, ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണിത് പറയുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അത് ഇടതുപക്ഷ പാർട്ടിയിലെ മറ്റ് ഘടകകക്ഷികൾ അതിനെ ഗൗരവപൂർവ്വം പരിശോധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല ഈ രാജ്യത്തെ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ടത്. ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതായിരിക്കരുത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ ആ മുന്നണിയിലെ ഘടകകക്ഷികൾ ഒരു പുനരാലോചന നടത്തണം. അൻവറിനെ എല്ലാവരും ഒന്നടങ്കം എഴുതി തള്ളുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തെറ്റുപറ്റി എന്നുള്ള രീതിയിലേക്ക് വിമർശിക്കുന്നുണ്ട്. പക്ഷേ CPI ആ അൻവർ ഉന്നയിച്ച അതേ കാര്യങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും CPIക്കെതിരെ പക്ഷേ ഒരു മൗനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. CPMൻ്റെ നേതൃത്വത്തിൻ്റെ ആ മൗനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയാം, CPM നേതൃത്വത്തിൻ്റെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ പിന്തുണ അൻവറിനുണ്ട്. അൻവറിൻ്റെ ധൈര്യം അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറുതല്ല അതിൻ്റെ പിന്നെ ഞാനത് ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആ പുഴുക്കുത്തുകൾ, പാർട്ടിക്കകത്ത് നിൽക്കുന്ന ചീഞ്ഞ് നാറുന്ന ചില സംഗതികളുണ്ട്. അതിനെ പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം എതിർക്കുന്നുണ്ട്. അവർക്ക് പ്രത്യക്ഷമായി പിണറായി വിജയനോട് പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് അൻവറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവർ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാനോ അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കമുള്ളതായി അറിയുമോ? അല്ല, അങ്ങനെ ഒരു കാര്യവും അൻവറുമായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അൻവറിൻ്റെ നീക്കം എന്താണ് എന്നറിയില്ല. അൻവർ മാത്രമല്ല, ഞാൻ പറയുന്നത് അൻവറിനെ പോലെ ആയിരക്കണക്കിന് മനുഷ്യർ, കമ്മ്യൂണിസ്റ്റുകാർ ആ പാർട്ടിയിലെ വഴിപിടിച്ച സമീപനങ്ങൾക്കെതിരെ ഉള്ളു നീറി നിൽക്കുന്നുണ്ട്. അവരൊക്കെ പുറത്തു വരികയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ആ പാർട്ടിയുടെ അവസാനത്തിലേക്കാണ് പോകുന്നത്. ആ പാർട്ടിയെ ഈ കൊള്ളസംഘങ്ങൾക്ക് തീരെഴുതി വെച്ച ഈ പിണറായിയും കൂട്ടർക്കുമെതിരെയുള്ള വലിയ പ്രതികരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഇത് ഞാനതാ പറഞ്ഞു, ഞങ്ങളൊക്കെ തുടങ്ങിയൊരു വിമത ശബ്ദങ്ങളുണ്ടായിരുന്നു. ആ വിമത നീക്കങ്ങൾ അത് അവസാനിപ്പിച്ചത്, പിണറായി വിജയൻ അവസാനിപ്പിച്ചത് ചന്ദ്രശേഖരനെ കൊന്നതിലൂടെയാണ്. അങ്ങനെ ഒരു പതിറ്റാണ്ടായിട്ട് ആ സ്വരങ്ങൾ പുറത്തു കേൾക്കരുത് എന്നുള്ളത് ഒരു താക്കീത് കൊടുത്തിരുന്നു ചന്ദ്രശേഖരനെ കൊന്നതിലൂടെ. ഇനി അത്തരത്തിലൊരു താക്കീത് കൊടുക്കാൻ ആ പാർട്ടിക്ക് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പാർട്ടി പോകുമെന്നത്. പക്ഷേ അത് ആ വിമത ശബ്ദങ്ങൾ വീണ്ടും സജീവമായിട്ട് പുറത്തു വരും. കാരണം ആ ശബ്ദങ്ങളൊക്കെ ഒരു പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിൻ്റെ വഴിയിലേക്ക് നയിക്കാനുള്ളത് കൂടി ആവും. അതിന് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിനാണ് കാത്തു നിൽക്കുന്നത്. UDFും BJPയും ഉയർത്തിയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ തന്നെ അൻവറിലൂടെ പുറത്തു വരുന്നു എന്നുള്ള ഒരു ഘട്ടം കൂടിയുണ്ട്. ഭരണപക്ഷ MLA എന്നുള്ള നിലയിൽ കൂടി ആ വിഷയത്തെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരോ അല്ലെങ്കിൽ CPIMO ഏറ്റെടുക്കും എന്നുള്ള ഒരു ചിന്താഗതിയുണ്ടോ? ഒരു ധാർമ്മിക ഉത്തരവാദിത്വമില്ല. എന്ത് ധാർമ്മികതയുണ്ട് ഈ പാർട്ടിക്ക്? ഈ ഭരണത്തിന് എന്ത് ധാർമ്മികതയുണ്ട്? ആ ധാർമ്മികതയുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ADGPയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അന്വേഷണമായിരുന്നു. എന്ത് പ്രതിബദ്ധതയാണ് ഇവർക്ക് ജനങ്ങളോടുള്ളത്? എന്ത് രാഷ്ട്രീയമാണ് ഇവർ പറയുന്നത്? അതാണ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടാവണ്ടേ അവർക്ക്? വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമല്ല. എന്തിന് RSS നേതാവിനെ കണ്ടു? ആരുടെ ഒത്താശയോടുകൂടി? മറുപടി പറയണ്ടേ ഇവിടുത്തെ ജനങ്ങളോട്? പറഞ്ഞോ? പിന്നെ ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഒരു ധാർമ്മികതയും ഒരിടത്തു നിന്നും പ്രതീക്ഷിക്കേണ്ട. അതാണ് ഇത് അവസാനത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ്. മറ്റൊന്നും അതിനെതിരെ പറയാനില്ല. അൻവറിന് പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ നൽകും? അല്ല, അൻവറിന് പിന്തുണ എന്നതുള്ളതല്ല. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനം. അത് അൻവറിന് ഉന്നയിച്ച വിഷയങ്ങൾ മാത്രമല്ല. ഞാനതാ പറഞ്ഞത്, അൻവറിന് മുന്നേ വളരെ കാലമായി ഞങ്ങളൊക്കെ പോലുള്ള ആളുകൾ, ഈ CPMനെ വിമതന്മാർ എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ഉമേഷ് ബാബുവിനെ പോലെ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിനെ പോലെ ഉള്ള മനുഷ്യർ എത്ര കാലമായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനെ അവർ പാർട്ടിയുടെ വർഗശത്രുക്കളുടെ കയ്യിൽപ്പെടുത്തിയിട്ടാണ് പാർട്ടി അതിനെ നേരിട്ടത്. പാർട്ടിക്ക് തകർക്കാൻ എതിരാളികളുടെ
കോടാലിക്കയ്യായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിച്ചതാണ്. പക്ഷേ അതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് വലിയ ശബ്ദങ്ങളായി. ഇപ്പം നേരത്തെ ജി സുധാകരനെ പോലെയുള്ള ആളുകൾ ഒക്കെ ഇപ്പം പി ശശിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. പി ശശി CKP പത്മനാഭൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു മുൻ MLA ആയിരുന്ന ഒരു പാർട്ടിയുടെ അമരക്കാനായിരുന്ന അയാൾ ഇന്ന് എവിടെയാണ്? അയാൾ ഈ തരത്തിലേക്ക് ഇറക്കിയത് ആരാണ്? അങ്ങനെ എത്ര നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റുകാർ ഇതിൻ്റെ തലപ്പത്തിരുന്ന ആളുകൾ ഇന്ന് മൗനികളായിരിക്കുന്നുണ്ട്. ആ മൗനികളായതിൻ്റെ കാരണം ഈ പിണറായി വിജയനും കൂട്ടരുമാണ്. അവർ ഒതുക്കിയതാണ്. അത് ആ പാർട്ടിക്ക് വേണ്ടിയല്ല, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി, സ്വന്തം അധികാരം നിലനിർത്താൻ, സ്വന്തം ആളുകളെ, സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എത്ര കാലമായി പറയുന്നു. അത് മറനീക്കി പുറത്തു വരികയാണ്. ഇനിയും അത് വരും. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയും. അൻവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞാൽ CPM-നെ പുറത്തു കാണിക്കാത്ത രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പോൾ എത്ര ഭീകരമായിരിക്കും? അതൊക്കെ സത്യമാണോ എന്ന് എനിക്കറിയില്ല. അൻവർ ഏത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നും അറിയില്ല. ഞാൻ അൻവറിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ അൻവർ പറയുന്നതിലെ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ആ കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുള്ളതാണ്. വളരെ കാലമായി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അത് കുറച്ചുകൂടി തെളിവോടുകൂടി അൻവർ ഒരു ഭരണപക്ഷ MLA പറയുന്നു എന്നുള്ളത് നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അൻവറിൻ്റേത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല, നിരവധി പേർക്ക് പറയാനുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്ന് MLA പറയുന്നു. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.